ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. ഇന്ന് കുറച്ച് രണ്ട് മേജർ ട്രാൻസ്ഫർ അപ്ഡേറ്റും പിന്നെ അമറിൻ എന്ന ദൈവം ഗോതത്തിൻ്റെ ബാറ്റ്മാൻ മാഞ്ചസ്റ്ററിൻ്റെ ബാറ്റ്മാനായിട്ട് അമറിൻ അവതരിപ്പിച്ച ഒരു കാര്യം കൊണ്ടാണ് ഇത് പറയേണ്ടത്. ആദ്യത്തെ രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റ് അല്ല, ഒന്നാമത് നമ്മുടെ ഗെറസ്കി നമ്മുടെ സ്പോർട്ടിങ്ങിലെ അമറിൻ്റെ സ്വന്തം ശിഷ്യൻ പറയുന്നത് യൂറോപ്പ ലീഗ് ഫൈനലിൽ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസൈഡ് ആകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് ബേസിക്കലി പുള്ളി ആർസണലുമായിട്ട് ഹെവിലി ലിങ്ക്ഡ് ആണ്. ആർസണലാണ് മുൻകൂർ വരുന്നത്, അതൊന്ന്. പിന്നെ ഇതിലിപ്പോയിട്ട് നമ്മൾ യുണൈറ്റഡ് പ്രോഗ്രസ് ആക്കി എന്ന രീതിയിൽ ടോപ്പ് സ്പോർട്സിലും സ്കൈ സ്പോർട്സ് ന്യൂസിലും പിന്നെ മിററിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അമറിൻ എന്ന രക്ഷകൻ, അതായത് യുണൈറ്റഡിൻ്റെ ഗോതം സിറ്റിയുടെ രക്ഷകനായ ബാറ്റ്മാൻ്റെ മാഞ്ചസ്റ്ററുടെ രക്ഷകനായി അമറിൻ വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മെയിൻ സ്റ്റോറിയിലോട്ട് പോകാം. ആദ്യം അമറിമിൻ്റെ കാര്യമാണ്. നമ്മുടെ മാനേജർ അമറിം ആക്ച്വലി ആദ്യം മെയിൻ കണ്ടന്റിലോട്ട് വരാം. യുണൈറ്റഡിൻ്റെ യൂറോപ്പ ലീഗ് ഫൈനലിൽ എന്നായിരുന്നു ബാക്ക് റൂം സ്റ്റാഫിന് ഇത് കൊടുക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് യുണൈറ്റഡ് ബോർഡ് തീരുമാനിച്ചു. അപ്പോൾ അമറിൻ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് കാശ് ഞാൻ കൊടുത്തോളാം, ഐ നീഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫ് ടു ബി ദ പാർട്ട് ഓഫ് ദ ഫൈനൽ എന്ന രീതിയിൽ അമറിൻ ആക്ട് ചെയ്തു. നമ്മുടെ ക്ലബ്ബ് നമ്മുടെ പ്ലേയേഴ്സിനെ മാത്രമേ, ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഫാൻറ്റസിയോ ഒന്നുമല്ല, നമ്മൾ ഈ കാണുന്ന കളറോ ഒന്നുമല്ല, അതൊരു കൂട്ടായ്മ. എന്തൊക്കെ പറഞ്ഞാലും അതായത് ആ ക്ലബിൽ ലൈൻ വരയ്ക്കുന്ന ലൈൻമാൻ ഉണ്ടല്ലോ, ഈ നമ്മുടെ ക്ലബിൻ്റെ നമ്മുടെ ഫീൽഡിൻ്റെ ആ നാല്, അതുമുതൽ ഡ്രസ്സിങ് റൂമിൽ ടീഷർട്ട് കഴുകുന്നവർ മുതൽ ഈ ഷൂസ് ക്ലീൻ ചെയ്യുന്ന, സോക്സ് ക്ലീൻ ചെയ്യുന്ന, പ്ലേയേഴ്സിന് മസാജ് കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റാഫ്, അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ ഈ ക്ലബ്ബ് എന്ന് പറയും. നമ്മൾ സിനിമയുടെ കാര്യം പറയുന്ന പോലെ ഈ ലൈം ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നവരല്ല, അതിൻ്റെ പുറകെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊരു ബേസിക് ഡീസൻസി കാണിക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റ് പലപ്പോഴും മറന്നു. ഇതൊക്കെ എപ്പോഴാണ് ഇവർ പഠിക്കുകയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ബേസിക് റെസ്പെക്റ്റും ഡീസൻസിയാണ് അവർക്ക് എന്നായിരുന്നു ടിക്കറ്റ് ഓഫർ ചെയ്യുക. അവരെ നമ്മുടെ ക്ലബിൻ്റെ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈനലായി യുഎഫ്എ, അതായത് യുഎഫ്എയുടെ ഒരു കോമ്പറ്റീഷൻ്റെ ഫൈനൽ ഒരു ക്ലബ്ബ് വരുമ്പോൾ ആ ക്ലബിലുള്ള എല്ലാവരും അതിൻ്റെ ഭാഗമായി ഒരു ഫാമിലി പോലെ വരേണ്ട ഒരു സംഭവമാണ്. അതുവരെ നമ്മുടെ ക്ലബ്ബ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേര് നിഷേധിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുക, ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ബേസിക് ഡീസൻസിയും ബേസിക് ഡിഗ്നിറ്റി ടു ദ എംപ്ലോയീസും ക്ലബ്ബ് പലപ്പോഴും മറന്നു പോകുന്നു. എനിവേ അമറിൻ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മാനേജറിന് ആക്ച്വലി അമറിൻ പരസ്യമായിട്ട് വെല്ലുവിളിക്ക് എഴുതിയിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ബാക്ക്സ്റ്റോൺ സ്റ്റാഫിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം റാക്ലിഫിൻ്റെ PR ടീം വന്നിരിക്കുന്നത് അത് ഫാൻസിനെ കുറച്ചധികം ഫാൻസിന് നമുക്ക് ചെയ്യാമല്ലോ. യൂറോപ്പ ലീഗ് ഫൈനൽ ക്രൗഡായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാമല്ലോ. നിങ്ങളിത് വല്ല പിള്ളേരോട് പോയി പറയാം, നിങ്ങൾ വല്ല 5ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരോട് പോയി പറയാം. നിങ്ങൾ ആ ടിക്കറ്റ്സ് ഓപ്പൺ മാർക്കറ്റിൽ വെച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ നിൽക്കുന്നതല്ല. നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലാതെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങളെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതും കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ യുണൈറ്റഡ് ഫാൻസിൻ്റെ അടുത്തോട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനു വേണ്ടിയല്ല ചെയ്തതെന്ന് ഇവിടുത്തെ കൊച്ചുമിക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യണം, നിങ്ങൾക്ക് ബിഗ് വേജസിലുള്ള പ്ലേയേഴ്സിനെ പറഞ്ഞു വിടാൻ മടിയാണ്, അവരുടെ കോൺട്രാക്ട് ബൈഔട്ട് ചെയ്ത് എന്ന് പറയാൻ മടിയാണ്. നിങ്ങൾ പാവങ്ങളുടെ നെഞ്ചിന് സത്യം പറഞ്ഞത് അർത്ഥവത്താക്കുവാണ്. പണ്ടൊരു കോട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്ന സൂപ്പർ ലീഗ് വന്നപ്പോൾ എന്നായിരുന്നു, ക്രിയേറ്റഡ് ബൈ ദ പൂവർ ആൻഡ് സ്റ്റോണൺ ബൈ ദ റിച്ച്. സത്യസന്ധമായിട്ട് ഇപ്പോഴും അതാണ് നടക്കുന്നത്. ചില ക്ലബിനോട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ബഹുമാനമാണ്. ബയൺ മ്യൂണിക്ക്, അതുപോലെ ബുണ്ടസ് ലീഗയുടെ, ബയൺ മ്യൂണിക്ക് എന്നാണ് ബുണ്ടസ് ലീഗയുടെ, കാരണം എല്ലാ ക്ലബും ഫാൻസാണ് നടത്തുന്നത്. എന്നിട്ടത് വണ്ടർഫുൾ ആയിട്ടല്ലേ സംഭവം ശരിയാണ്. ബയൺ മ്യൂണിക്കിൻ്റെ ഏകാധിപത്യമാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വണ്ടർഫുൾ മെക്കാനിസമാണ്. ഇനി ഞാൻ പറയുന്നത് പ്രോഫിറ്റ് വേണ്ടെന്നോ, പ്രോഫിറ്റിന് വേണ്ടിയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ പാഷൻ ഓറിയൻറ്റഡ് ഇതിന് പ്രോഫിറ്റ് അല്ല, മീൻസ് ഫാൻസിനെ തള്ളിക്കളഞ്ഞിട്ടല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, സ്പെക്ടേറ്റേഴ്സിന് പുല്ലുവില കൊടുത്തല്ല ഇതിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നിലകൊള്ളുന്ന ആ ഒരു യൂണിറ്റിക്ക് വേണ്ടിയാണ്, ഒരു കാര്യം നടത്താൻ വേണ്ടി. എനിവേ ഹാറ്റ്സ് ഓഫ് ടു അമറിൻ who has weared that Batman mask for the യുണൈറ്റഡ് സ്റ്റാഫിന് വേണ്ടി ഒരു ബാറ്റ്മാൻ്റെ മാസ്ക് ഇട്ട്
മാസ്ക് ഇടാതെ തന്നെ പുറത്തോട്ട് വന്ന് സ്പീക്കപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയല്ലോ. അത് നിങ്ങളെ നന്ദിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ഒരു പീപ്പിൾസ് മാനേജർ ആണെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. എനിവേ താങ്ക്സ് ഫോർ അമറിൻ. എനിവേ അത് പറയാതിരിക്കാൻ മേല, കാരണം അത്ര വൃത്തികെട്ട പണിയാണ് മാനേജ്മെന്റ് ബാക്ക് റൂം സ്റ്റാഫിനോട് കാണിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന യൂറോപ്യൻ ലീഗിൽ ഒരു ഫൈനൽ വരുമ്പോൾ നമ്മുടെ ഈ സീസൺ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഫൈനലാണ് സ്പേഴ്സിനല്ലേ. സ്പേഴ്സിന്റെ മാനേജ്മെന്റ് ആക്ച്വലി കൊണ്ടുപോയി. ഏറ്റവും പിശുക്കരാണ് സ്പേഴ്സിന്റെ മാനേജർ ആക്ച്വലി അവരുടെ ബാക്ക് സ്റ്റാഫിനെ ബുക്ക് ചെയ്ത് അവർക്ക് ഇത് അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ആലോചിക്കുന്നത് എന്തായിരിക്കും? ഭയങ്കര പിറ്റിയുണ്ട് സത്യം പറഞ്ഞാൽ. മാനേജർ പിറ്റിയാണ് തോന്നുന്നത്. ഇവന്മാരോട് എന്താ പറയാനുള്ളത് ഇതിൽ കൂടുതൽ? കോസ്റ്റ് കട്ടിങ് എന്ന് പറഞ്ഞ ആ കിട്ടുന്ന പാവപ്പെട്ടവരുടെ നെഞ്ചത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. എനിവേ റാക്ലിഫ്, എനിക്കറിയത്തില്ല, ജിം റാക്ലിഫിനെ കൂടെ ആകെ ഒരു ബഹുമാനം ഉണ്ടെന്ന് ആ ഡാനാഷോസ് തന്നെ പറഞ്ഞു വിട്ടപ്പോഴാണ്. പുള്ളിക്കൊരു ഐഡിയ ഇല്ല പുള്ളിക്ക് എന്ത് ചെയ്യണം. അല്ലാതെ ജിം റാക്ലിഫിനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. എനിവേ അമറിൻ ഹാറ്റ്സ് ഓഫ്. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങളൊരു സ്റ്റെപ്പ് അപ്പ് ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫ്. സിനിമയിലെ പോലെ തന്നെയാണ്. ലൈറ്റ് ബോ അടിക്കുന്നവനും അവന് പേയ്മെന്റ് ഒത്തിരി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവനൊരു അതിൻ്റെ ഒരു സക്സസ് വരുമ്പോൾ അവനെ സ്റ്റേജിൽ വിളിച്ച് പുള്ളി പാർട്ടാണെന്ന് 10 പേരോട് പറയുന്നതിന് ഒരു മടിയും ആരും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിവേ ഹാറ്റ്സ് ഓഫ് ടു അമറിൻ. ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫിനെ അവർ സപ്പോർട്ട് ചെയ്ത് പുള്ളി കയറി നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഇപ്പൊ അമറിൻ അല്ല, ഏത് മാനേജർ ആണെങ്കിലും ഇത് ചെയ്യും. പക്ഷെ പുള്ളി അത് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൊറസ്കയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗൊറസ്ക പറയുന്നത് ഞാൻ UEFA ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യത്തുള്ളൂ. അപ്പം UEFA ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്. അപ്പം എല്ലാവരെയും പറയുന്നത് മാഞ്ചസ്റ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പുള്ളി ഡിസൈഡ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഗൊറസ്ക ഡീല് പുൾ ഓഫ് ചെയ്യും. അത് നമുക്ക് പറ്റിയൊരു ഡീലല്ല. ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു ഡീലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ആർസണലാണ് ഫ്രണ്ട് റണ്ണേഴ്സ്. ആർസണലിലോട്ടായിരിക്കും ഗൊറസ്ക പോകുന്നത്. ഇനി യുണൈറ്റഡ് വന്നാൽ നല്ലതാണ്, നമുക്ക് പറയാൻ പെർഫെക്റ്റ് സ്ട്രൈക്കറാണ്. അപ്പം പിന്നുള്ള ചോദ്യം റാസ്മസും സെർസി ആരെ വിൽക്കും ഗൊറസ്കയ്ക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി? ആക്ച്വലി നമുക്ക് 3 സ്ട്രൈക്കേഴ്സ് ആണ്. ഒന്ന് എക്സ്പീരിയൻസ്ഡ് ഒന്ന് മെയിൻ സ്ട്രൈക്കർ, ഒന്ന് ബാക്കപ്പ്, അതായത് സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്കർ ഫെയിൽ ആയി കളിക്കുന്നത്. തേർഡ് ഒരു യങ് സ്ട്രൈക്കർ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി. അങ്ങനെ ഒരു 3 സ്ട്രൈക്കർ രീതി ഫോർമേഷനാണ് എല്ലാം പൊതുവെ നല്ലത്. ശിവ മാർട്ടിൻ നമുക്കിപ്പോൾ യങ് സ്ട്രൈക്കറായിട്ട് വന്നു. ഇനിയുള്ളത് റാസ്മസ് സെർസി. ഒരാൾ എന്തായാലും പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സെർസിനെ ലോൺ വിട്ട് റാസ്മസിനെ. കാരണം സെർസി ഈസ് നോട്ട് ബേസിക്കലി എ സ്ട്രൈക്കർ. പുള്ളി ഒരു നമ്പർ 10 ഇതാണ്. നമ്പർ 10 എന്നാ പറയുന്നത്, ലിങ്കപ്പ് പ്ലേ ഭയങ്കര അടിപൊളിയാണ് സെർസിയുടെ. ബട്ട് ബെഞ്ചിൽ ഓർക്കിംഗ് ലിങ്കപ്പ് പ്ലേ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സെർസിക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഇവിടെ കാണുവാണ്. ഐ തിങ്ക് സെർസിനെ അടുത്ത സീസൺ ലോൺ ഔട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത സീസണിൽ വിൽക്കുന്നതായിരിക്കും നല്ലത്. സിരിയയിലോട്ട് തന്നെ ലോൺ ഔട്ട് ചെയ്ത് ഒരു നമുക്ക് മുടക്കിയ പൈസ കിട്ടുന്ന രീതിയിൽ വിൽക്കുന്നതായിരിക്കും ബേസിക്കലി നല്ലത്. അല്ലെങ്കിൽ റാസ്മസിനെ ലോൺ ഔട്ട്. എനിക്ക് റാസ്മസ് ഡിസേർവ് 1 more സീസൺ. കാരണം ആദ്യത്തെ സീസണിൽ 10 ഗോൾ അടിച്ചു, രണ്ടാമത്തെ പ്രീമിയർ ലീഗ് തന്നെ. രണ്ടാമത്തെ സീസണിൽ അത് ഫോമിലോട്ട് വന്നില്ല. ബട്ട് ഈ ഡിസേർവ് ഗുഡ് സീസൺ. എനിക്കറിയാൻ മേല. അപ്പം അങ്ങനൊരു രീതി ഇരിക്കുവാണ്. എനിക്ക് ജോക്കോറസ്കാണ് നമ്മുടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ജോക്കോറസ്കാണ്. പുള്ളി ആക്ച്വലി അമറൻസിൽ കളിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നല്ലൊരു കാലിബർ ഉണ്ട്. പുള്ളി കൗണ്ടറി സിറ്റി കളിച്ചപ്പോൾ തന്നെ നമ്മൾ മേടിക്കേണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ റാസ്മസിനെ മേടിച്ചത്. ജോക്കോറസ് നമുക്ക് കാരണം ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ഡിവിഷൻ ലീഗ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ജോക്കോറസ്. അപ്പം നമുക്ക് മേടിക്കാമായിരുന്നു. ബട്ട് നമ്മുടെ മാനേജ്മെന്റ് അറിയാമല്ലോ, മറ്റേ 25 മുടക്കേണ്ടടുത്ത് 75 മുടക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് 30 ഇല്ലെങ്കിൽ യൂക്കർസ് നമ്മുടെ ക്ലബ്ബിൽ വരുന്നത് നല്ലൊരു ബാർഗൈൻ അല്ല. ഒരു പ്ലെയർ ആ സമയത്ത് നമ്മൾ റാസ്മസിന് വേണ്ടി 75 മുടക്കി. റാസ്മസിന് 1 more സീസൺ എനിക്ക് 1 more സീസൺ ഡിസേർവിങ് ആണ് ആക്ച്വലി. സെർസി എന്താവുമെന്ന് അറിയാമല്ലോ. അപ്പം ഇങ്ങനെ പോകുന്നു. പിന്നെ ഉള്ളതാണ് ഡിലപ്പിൻ്റെ അപ്റ്റേക്ക്. മെയിലും ടോക്ക് സ്പോർട്സും സ്കൈ സ്പോർട്സ് ന്യൂസും പറയുന്നത് ഡിലപ്പാണ് യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് റണ്ണേഴ്സ്. അതായത് പ്രയോറിറ്റി ടാർഗറ്റ് സ്ട്രൈക്കേഴ്സിലെ പ്രയോറിറ്റി ഡിലിപ്പാണെന്നാണ്. ഡിലിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടത് ഇപ്പിറ്റ്സ് കൗണ്ടിയിലെ റെലിഗേറ്റഡ് ആയി ഇപ്പിറ്റ്സ് കൗണ്ടിയുടെ മെയിൻ സ്ട്രൈക്കറാണ് ഡിലിപ്പ്. ഓക്കെ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ
ആ സൈനിങ് ആയിരിക്കും നമ്മൾ നടക്കുന്നത്. വി വിൽ ബി സൈനിങ് ഫോർ ദാറ്റ് ഫ്യൂച്ചർ. എന്ത് ഫ്യൂച്ചർ? ഇല്ലാത്തൊരു കാര്യത്തിന്, അതായത് മേലിൽ ആരോ കാണുന്നുണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ ഭാവിയിൽ ഇങ്ങനെ ആകുമ്പോൾ, ഭാവിയിൽ 1.5 കോടി രൂപ ലോട്ടറി അടിക്കുമ്പോൾ ഞാൻ ഏത് അക്കൗണ്ട് FD ഇടുമെന്ന് ആലോചിക്കുന്ന പോലെ, അടിച്ചില്ലല്ലോ, അടിച്ചിട്ട പോലെ. സോ ദിലീപ് ഈസ് ഭയങ്കര റിസ്കി സൈനിങ് ആണ് ദിലീപ്. അതെന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നും ബ്രാഗ് ചെയ്യാനില്ല ദിലീപിന്. ആകെയുള്ള ബ്രാഗ് ചെയ്യാൻ വെച്ചാൽ സക്സസ്ഫുൾ ആയ സിറ്റിയുടെ അക്കാഡമിയിൽ നിന്ന് വന്നൊരു പ്ലെയറിനെ നമ്മളെടുത്ത് പുഷ് ചെയ്ത് അവർക്കൊരു ഫ്യൂച്ചർ കൊടുത്തെന്ന് പറയാന്നല്ലാതെ ദിലീപിനെ കുറിച്ച് എന്നെ സംബന്ധിച്ചോളം നത്തിങ് ടു ബ്രാഗ് അബൌട്ട് ആൻഡ് നത്തിങ് ടു. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തൊരു സൈനിങ് ആണ്. ബട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലെയറാണ്, ഐ വിൽ സപ്പോർട്ട് ഇറ്റ്. പക്ഷേ നത്തിങ് ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ് ഫോർ ദിലീപ്. എന്താണ് എക്സൈറ്റ്മെന്റ് ദിലീപിലോട്ടുള്ളത്? ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഒരു റെലിഗേറ്റഡ് സോണിൽ കളിക്കുന്ന, നമ്മൾ റെലിഗേറ്റഡ് സോണിലാണ്. അത് കാരണം പിന്നെ മാനേജ്മെന്റിന്റെ എന്തൂസിയാസം ഇവിടാണ്. കാരണം യോക്കോറസ്കിന് കൊടുക്കുന്നതിന്റെ പകുതി വേജസ് കൊടുത്താൽ മതി, പകുതി ട്രാൻസ്ഫർ ഫീസും കൊടുത്താൽ മതി. യോക്കോറസ്കിന് ആർസണൽ ഓഫർ ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ടാക്സ് 7 million per year ആണ്. അത് അറൗണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല. 250 pounds എ വീക്കോ ഡോളേഴ്സ് എ വീക്കാണ് ആഫ്റ്റർ ടാക്സസ് പറയുമ്പോൾ. കറക്റ്റ് ബിഫോർ ടാക്സസ് 30 million വരും. ബട്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അതിലും വലിയ കോൺട്രാക്ട് നമ്മുടെ യുണൈറ്റഡ് ക്ലബ്ബിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഈ ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഡ്ഫീൽഡ് സൈനിങ്ങും ഇതും വെച്ചായിരിക്കും. മിഡ്ഫീൽഡ് സൈനിങ് ആയിരിക്കും നമ്മുടെ മെയിൻ ടാർഗറ്റ്, മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടി. ആ സമയത്ത് ഇത്ര ഒരു എമൗണ്ട് സ്ട്രൈക്കറിന് വേണ്ടി ചിലവാക്കുമെന്ന്, ഗൊറസ്കയെ പോലൊരു സ്ട്രൈക്കറിന് വേണ്ടി ചിലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഗൊറസ്കെ ഈസ് ഓൾ അബൌട്ട് ആർസണലിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവൻ സ്പോർട്ടിങ്ങിലോട്ട് ഒരു വർഷം സ്റ്റേ ബാക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല പുള്ളി എന്തായാലും അടുത്ത സ്റ്റേജിലോട്ട് കാല് വെക്കുവാണ്. പിന്നെ അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. വേറെ ട്രാൻസ്ഫോർമേഷൻ ഒന്നുമില്ല. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പിന്നെ കാണാം. താങ്ക് യു.